ഓക്കെ, നമുക്ക് ഫിലോക്കാലിയയുടെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാം. ബേസിക്കലി ഇത് അടുത്ത ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷൻ ഇറ്റ് സെൽഫ് requires a lot of things actually. Some kind of introduction we have. This is an introduction series actually before we come entering into the real Philokalia studies. ഇപ്പം ഈ ഫിലോക്കാലിയ അതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ചെറിയാൻ ഈപ്പൻ, ഡോക്ടർ ചെറിയാൻ ഈപ്പനാണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. He took initiative to collect all these things and make it in the form of a book. Dr. Cherian Eapen, he is a president. I don't know whether he is, I don't know exactly what his status now. He was in Russia, that I know. He was the president of Roy International Children's Foundation, Century Towers, MG Road, Kottayam. സോ അതിനകത്ത് പറഞ്ഞ ഇൻട്രഡക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, റോയ് ഡോക്ടർ ചെറിയാൻ ഈപ്പൻ്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ വായിക്കും. ഒരു സാധകൻ്റെ സഞ്ചാരം എന്നൊരു കൃതിയുണ്ട്, റഷ്യൻ നോവലാണ്, ദി വേ ഓഫ് എ പിൽഗ്രിം എന്ന് പറഞ്ഞു. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. കാരണം റഷ്യൻ നോവൽസ് ആൻഡ് റഷ്യൻ മൂവീസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച്. ദറ്റ് ഹാസ് അനദർ റെലം ഓഫ് മിസ്റ്റിസിസം ബിക്കോസ് ഓഫ് ദ ഈസ്റ്റേൺ ഓർത്തഡോക്സി. റഷ്യൻ ഓർത്തഡോക്സി സ്പെസിക്കലി ഈസ്റ്റേൺ ഓർത്തഡോക്സി ഉണ്ടാകും. സാധാരണ കൃതിയുടെ പ്രസിദ്ധീകരണത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പ്രോത്സാഹനമാണ് സാധകൻ സദാ നെഞ്ചോടി എത്തിക്കൊണ്ടിരിക്കുന്ന ഫിലോക്കാലിയുടെ 5 വോള്യങ്ങളും മലയാളത്തിലേക്ക് പിന്നീട് ഇതര ഇന്ത്യൻ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കുക എന്ന ബഹുവത്സര പദ്ധതിക്ക് ഞങ്ങളെ കർമ്മനിരതരാക്കുന്നത്. സോ അവർ ആദ്യം ഇതാണ് പ്രസിദ്ധീകരിച്ചത്, ഒരു സാധകൻ്റെ സഞ്ചാരം. അത് നമ്മൾ പിന്നീട് മേ ബി നമ്മളൊരു വേറൊരു പ്ലേലിസ്റ്റായിട്ട് ഈ ചാനലിൽ തന്നെ നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. 1983 ഞാൻ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്, 1983 കുരിശുമല ആശ്രമത്തിന് ഫിലോക്കാലിയുടെ പ്രസിദ്ധീകരണത്തിന് ഉള്ള സംരംഭം നടന്നു. അത് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേര് അധ്യാത്മ പ്രേമം എന്നാണ്. ഇതിൻ്റെ ഈ ബുക്കിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫിലോക്കാലിയ വോള്യൂം 1. ഫിലോക്കാലിയ വോള്യൂം 1. ദർ ആർ 5 വോള്യൂംസ് ആക്ച്വലി. ഫിലോക്കാലിയ എന്ന് പറയുന്ന ബുക്ക് ഇതാണ്, വോള്യൂം 1 നടന്നു. അന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകം ഫിലോക്കാലിയ ഏതാനും ചില വിശുദ്ധന്മാരുടെ തിരഞ്ഞെടുത്ത പാഠങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് അധ്യാത്മ പ്രേമം എന്ന പേരിലാണ് പുറത്തിറക്കിയത്. ആ കൃതിയുടെ പ്രസാധകനായ റവറൻ ഫ്രാൻസിസ് ആചാര്യ തൻ്റെ പ്രസാധകത്തിൽ ഇങ്ങനെ പറയുന്നു. ഫ്രാൻസിസ് ആചാര്യ ആണ് കുരിശുമല ആശ്രമത്തിൻ്റെ ഫൗണ്ടർ. വാഗമണിലാണ് കുരിശുമല ആശ്രമം. അതിൻ്റെ ഫൗണ്ടർ ഫ്രാൻസിസ് ആചാര്യയാണ്. അതുപോലെ തന്നെ ഫാദർ ബീത് ഗ്രിഫിത്തും ഫാദർ ഫ്രാൻസിസ് ആചാര്യയും കൂടിയാണ് അവർ കുരിശുമല ആശ്രമം തുടങ്ങിയത്. അതിനുശേഷം ഫ്രാൻസിസ് ആചാര്യ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഫാദർ ബീത് ഗ്രിഫിത്ത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് അവസാനം ട്രിച്ചിയിൽ സച്ചിദാനന്ദ ആശ്രമം, ബിക്കോസ് അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗാന്ധിജി ആയിട്ടുള്ള എൻകൗണ്ടർ അവർക്കുണ്ടായി. ഗാന്ധിജിയായിട്ട് അവർ മീറ്റിംഗ് ഉണ്ടായി. അപ്പോൾ ഗാന്ധിജിയിൽ നിന്നും ഇനിഷ്യേറ്റീവ് ഉൾക്കൊണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ കത്തോലിക്ക അച്ഛന്മാരാണ്. കത്തോലിക്ക അച്ഛന്മാർ ഫ്രാൻസിസ്കനാണെന്ന് തോന്നുന്നു, ഫാദേഴ്സായിരുന്നു. വൺ ഈസ് ഫ്രം UK, ഫാദർ ബെയ്ത് ഗ്രിഫിത്ത് ഈസ് ഫ്രം UK ആൻഡ് ഫാദർ ഫ്രാൻസിസ് ആചാര്യ ഈസ് ഫ്രം ബെൽജിയം. അങ്ങനെ അവർ ഹിന്ദുവിസം, ഇന്ത്യൻ ഫിലോസഫീസിനെയും ക്രിസ്ത്യാനിറ്റിയെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയത്. അതിനുശേഷം ഫാദർ ബീത് ഗ്രിഫിത്ത് ട്രിച്ചിയിൽ പോയി സച്ചിദാനന്ദ ആശ്രമം എന്ന് പറഞ്ഞൊരു ഞാനവിടെ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, സച്ചിദാനന്ദ ആശ്രമം. കാരണം ബീത് ഗ്രിഫിത്ത് ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത, ഫ്രാൻസ് ആചാര്യ ഇല്ലെന്നല്ല, ഫ്രാൻസ് ആചാര്യ ഉണ്ട് തീർച്ചയായിട്ടും ഫ്രാൻസ് ആചാര്യ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഫാദർ ബീത് ഗ്രിഫിത്തും ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളും യൂട്യൂബിലും ലഭ്യമാണ്. അപ്പം ഫാദർ ബീത് ഗ്രിഫിത്ത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ യാക്കോബായ സഭയുടെ 1951-56 അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളത്തിലേക്ക് ഇംഗ്ലീഷിലേക്ക് മലയാളത്തിൽ പാമ്പാക്കുട നമസ്കാരം, അത് ഭയങ്കര ഹി വാസ് ടു മച്ച് അട്രാക്റ്റഡ് ബൈ ദ സിറിയക് ക്രിസ്ത്യാനിറ്റി. അതിൽ നിന്ന് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. ആ പുസ്തകം എനിക്ക് ഒരു പ്രാവശ്യം ഇവിടെ വെട്ടിക്കൽ സെമിനാരിൽ കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഭയങ്കര അമൂല്യമാണ്. കാരണം ലാംഗ്വേജ് ഇറ്റ് സെൽഫ് ഇസ് റിവീലിംഗ് the prayers are there, prayers is superior prayers are there and more prayers are there. നമ്മളിപ്പോഴത്തെ ശീമോ നമസ്കാരം എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇത്
യാക്കോബസ് നമസ്കാരത്തെക്കാളും കൂടുതൽ അതിനകത്തുണ്ട്. 1950 അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ വിട്ടുകഴിഞ്ഞിട്ടാണ് ഇവർ ചെറുതാക്കി കൊണ്ടുവന്നത്. അപ്പം അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ ആർജവത്വം, ഭാഷയുടെ ആർജവത്വം, അതും ബേദ് ഗ്രിഫിത്തിന് ഇതിനകത്ത് ഒരുപാട് പ്രകടമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിയപ്പെട്ട ബുക്കാണ്. ഞാൻ അന്ന് മുതൽ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ബുക്കാണ്. സീമോ പ്രേസ് 7 ദിവസത്തേക്കുള്ള പ്രാർത്ഥനകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഫാദർ ബേദ് ഗ്രിഫിത്തും ഇതുപോലെ തന്നെ ഒരു ഭയങ്കര പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തെ പറ്റിയും ഞാൻ കുറേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ ഈ 2 സന്യാസി അച്ഛന്മാർ ഹീറോ മങ്ക് എന്നാണ്. ഹീറോ മങ്ക് മീൻസ് ദി ഫാദേഴ്സ് പ്രീസ് ഹു ആർ മങ്ക്സ്, അവരെയാണ് ഹീറോ മങ്ക്സ് എന്ന് പറയുന്നത്. ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ അതിന് ശേഷം വന്നയാളാണ് ഫാദർ ബുഡോ ലോറൻസോ എന്ന് പറഞ്ഞ് ആനവിലാസ്, അവിടെ കുമളിക്കടുത്ത് ഉത്ഥാനാശ്രമത്തിൽ, അവിടെ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. ഉത്ഥാനാശ്രമത്തിലുള്ള ഇറ്റലി, ഹീസ് ഫ്രം ഇറ്റലി ആക്ച്വലി. സോ ലാസ്റ്റ് ടൈം ഐ വെൻ ദർ ഹി വാസ് നോട്ട് ദർ, ഹി വാസ് 6 months he went to here ഇറ്റലി. അത് പക്ഷേ കുറച്ച് കുരിശുമലാശ്രമം ഈസ് ക്വൈറ്റ് ആക്സസിബിൾ ആണ്. വാഗമൺ കുരിശുമലാശ്രമം നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടിക്കാണെങ്കിൽ മുറ്റത്ത് ചെന്ന് ഇറങ്ങാം. പക്ഷേ എന്താണ് നമ്മുടെ ഉത്ഥാനാശ്രമത്തിൽ കുമളി പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 hour നമ്മൾ കയറ്റം കയറും. അത് എല്ലാവർക്കും പറ്റില്ല. അല്ലെങ്കിൽ ഓഫ് റോഡ് ജീപ്പ് കിട്ടും. ജീപ്പിന് നല്ല പൈസയാവും, 500 നല്ല പൈസയാവും. ആ വഴിയും ഓഫ് റോഡ് അങ്ങനെ ഇട്ടേക്കണതാണ്. അവർ വഴി നന്നാക്കുക. കാരണം അവരുടെ ഇതിൽ അത്രയ്ക്കും ഇൻട്രസ്റ്റ് ഉള്ളവർ വന്നാൽ മതി എന്നുള്ള രീതിയിൽ തന്നെ ഇട്ടേക്കണം. എന്നോട് ഒരു അച്ഛൻ, അവിടുത്തെ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രം കയറിപ്പോവാം അങ്ങോട്ട്. അപ്പം 1 മണിക്കൂർ നടക്കണം. അത് ഷോർട്ട് കട്ട് ചാടിയിട്ട് 1 മണിക്കൂർ. ഞാൻ ആദ്യം പോയപ്പം ഈ ഷോർട്ട് കട്ട് അറിയില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വണ്ടി പോകണ വഴി കയറിയപ്പോഴത്തേക്ക് 2 മണിക്കൂറോളം 2 മണിക്കൂർ ആ കയറ്റം കയറി. അവസാനം അവിടെ ചെന്നപ്പോൾ കാലിനൊക്കെ ഭയങ്കര വേദന. എന്നിട്ട് അന്ന് പോരണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അന്ന് നടക്കാൻ വയ്യ, കാലിന് ഇതായിപ്പോയി. പിന്നെ അന്നേരമാണ് അവർ പറഞ്ഞത് ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ട്, നിങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് കട്ട് ചെയ്ത് കയറി പോരാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ വഴിയാണ് പോകാറ്. ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ 2 മണിക്കൂർ കയറ്റം കയറി, ബുദ്ധിമുട്ടി തന്നെ പോയത് അവിടെ. ബട്ട് ഇറ്റ്സ് ഓൾസോ വെരി ഗുഡ് ആക്ച്വലി. സോ അങ്ങനെയാണ് ഫ്രാൻസിസ് ആചാര്യയെ പറ്റി ജസ്റ്റ് മെൻഷൻ ചെയ്യുള്ളൂ. മീൻസ് ഫാദർ ബേദ് ഗ്രിഫിത്ത്. സോ അധ്യാത്മപ്രേമം യഥാർത്ഥത്തിലൊരു സദ്വാർത്തയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, വിശേഷിച്ച് കേരളത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ യാക്കോബ ഓർത്തഡോക്സ് ആയിരിക്കും അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ഇത് എഴുതുന്ന സമയത്ത് കത്തോലിക്കരുടെ ഇടയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഈ കാലത്ത് ഫിലോക്കാലിയ അഥവാ ലവ് ഓഫ് ദി ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് കേൾക്കുന്നത് സന്തോഷകരമല്ലേ? ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവ ആധ്യാത്മികയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു വിശിഷ്ട ഗ്രന്ഥമാണിത്. വിവർത്തനം ചെയ്തത് ഒരു പ്രമുഖ ഹിന്ദു സന്യാസി. അപ്പോൾ ആദ്യത്തെ അധ്യാത്മപ്രേമം എന്ന ആ ബുക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെ ഇരിപ്പുണ്ട്. അധ്യാത്മപ്രേമത്തിൻ്റെ ഇത്രയുള്ളൊരു ബുക്കാണ്. അതിനകത്ത് ഈ 5 വോള്യത്തിൻ്റെയും എസൻസ് മാത്രം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അത് വിവർത്തനം ചെയ്തത് സ്വാമി സിദ്ധിനാനന്ദ എന്ന് പറയുന്ന ഹൈന്ദവ സന്യാസിയാണ്. അതായത് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്. ഫിലോക്കാലിയുടെ മൂലഭാഷ ഗ്രീക്ക് ആയിരുന്നു. അധിക നാളുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അത് റഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. റഷ്യൻ ഭാഷയുടെ വിവർത്തനത്തിലൂടെയാണ് ഈ ഗ്രന്ഥത്തിന് ഈ നൂറ്റാണ്ടിൽ വെച്ചുള്ള അംഗീകാരം കൈവന്നത്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം മിക്ക പാശ്ചാത്യ ഭാഷകളിലേക്കും അത് ഭാഷാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഫിലോക്കാലിയയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും റൈറ്റിംഗ്സ് ഫ്രം ഫിലോക്കാലിയ എന്ന പേരിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. ഇംഗ്ലീഷിലേക്ക്. ആധ്യാത്മിക ഔന്നത്യം പ്രാപിച്ച ക്രൈസ്തവ പിതാക്കന്മാരുടെ എഴുത്തുകളിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ആധ്യാത്മപ്രേമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ അവതാരികയിൽ പൗലോസ് മോർ ഗ്രിഗോറിയോസ് എന്ന് പറഞ്ഞാൽ മലങ്കര കത്തോലിക്സിൻ്റെ, കാരണം ബിക്കോസ് കുരിശുമലാശ്രമം ഈസ് അണ്ടർ ഇതാണ് മലങ്കര കത്തോലിക്സിൻ്റെ കീഴിലാണ്, അവരുടെ ഇതിലാണ്. അതുകൊണ്ടാണ് പൗലോസ് മോർ ഗ്രിഗോറിയോസ് തിരുമേത്രപൊലിത്ത ആയിരുന്നു അന്നത്തെ പൊലിത്ത. അവിടുത്തെ തിന്മ ഉപേക്ഷിച്ച് നന്മ ആർജിക്കുവാൻ മനുഷ്യന് എങ്ങനെ സാധിക്കുമെന്നുള്ളതായിരുന്നു പുരാതന ക്രൈസ്തവ പിതാക്കന്മാരുടെ ചിന്തയുടെ പ്രധാന ഘടകം. അവരുടെ സൂക്തങ്ങൾ ശേഖരിച്ച് അവയുടെ പൊരുൾ
ജനങ്ങൾ ധ്യാനിക്കുവാൻ തുടങ്ങി. അങ്ങനെയുള്ള സൂക്തങ്ങൾ ശേഖരം പിന്നീട് പ്രസിദ്ധപ്പെടുത്തി. ഈ ശ്രമങ്ങളുടെ എല്ലാം പരിണിത ഫലമാണ് ഫിലോക്കാലിയ. സോ ഇത് ഫിലോക്കാലിയിൽ പറഞ്ഞിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം ഇവിടെ ഡിസേർട്ട് ഫാദേഴ്സിൻ്റെ പിന്തുണക്കാരായിരുന്നു, അവരിൽപ്പെട്ടവരോ. കാരണം ഫാദർ ആദ്യം പറഞ്ഞിരിക്കുന്ന മഹാനായ വിശുദ്ധ അന്തോണി അഥവാ സെൻറ്റ് ആൻ്റണി ഓഫ് ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊണാസ്റ്റിക് മാനാണ്. പിതാക്കന്മാർ, അതായത് സന്യാസികളുടെ പിതാവെന്നറിയപ്പെടുന്നതാണ് മോർ ആന്തോണിയോസ് അഥവാ സെയിൻറ്റ് ആൻ്റണി ഓഫ് ഈജിപ്റ്റ്, സെയിൻറ്റ് ആൻ്റണി ദി ഗ്രേറ്റ് ഓർ സെയിൻറ്റ് ആൻ്റണി ഓഫ് ഈജിപ്റ്റ്, പല പേരുള്ളത്. അപ്പോൾ അത് ഡിസേർട്ട് ഫാദേഴ്സിൻ്റെ തുടക്കം സ്റ്റേജ് ആയിരുന്നു അത്. അതിനുശേഷവും അതിന് പിമ്പുമുള്ള ഡിസേർട്ട് ശേഷവുമുള്ള പിതാക്കന്മാർ ഇതിനകത്ത് വരുന്നത്. അപ്പം ദിസ് സ്പാൻസ് അറൗണ്ട് ഫ്രം സെയിൻറ്റ് ആൻ്റണി ടു ലേറ്റസ്റ്റ് ബീങ് ഐ തിങ്ക് 17th or 16th century. ആ സമയം വരെയുള്ള കുറേ എഴുത്തുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുവരെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഏകദേശം അത്രയും ഉണ്ട്. അത്രയും സ്പാനിങ് ടു മച്ച് ഫ്രം ദെയർ ടു ഹിയർ. ശ്രുതി ഗ്രന്ഥങ്ങൾ എന്ന് പറയാവുന്ന സുവിശേഷങ്ങൾക്ക് ഇന്ത്യയിൽ നല്ല പ്രചാരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സ്മൃതി ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഫിലോക്കാലിയത്തിലുള്ള ഗ്രന്ഥങ്ങൾക്ക് അത്ര പ്രചാരം ലഭിച്ചില്ല. ഈ ഗ്രന്ഥം കത്തോലിക്കരുടെയോ ഓർത്തഡോക്സുകാരുടെയോ മാത്രം സ്വകാര്യ സ്വത്തായി കണക്കാക്കുവാൻ പാടില്ല. ഇതിലടങ്ങിയിരിക്കുന്നത് ക്രിസ്തീയ വിശുദ്ധന്മാരുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന ബൈബിളിനെ അസ്തമാക്കിയ ഉൾക്കാഴ്ച തന്നെയാണ്. അപ്പോൾ ശ്രുതി ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വായ്മൊഴിയായിട്ട് പറഞ്ഞ് കിട്ടിയിരിക്കുക, അതൊക്കെയാണ് ഋഗ്വേദം, യജുർവേദം, അങ്ങനെയുള്ളതെല്ലാം ശ്രുതി ഗ്രന്ഥങ്ങളാണ്. അങ്ങനെ പറഞ്ഞ് ഒരാൾ വായ്മൊഴിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ശ്രുതി ഗ്രന്ഥങ്ങൾ. സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർത്ത് വെച്ച്, പണ്ടത്തെ പിതാക്കന്മാർ പറഞ്ഞ് ഓർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്ന സ്മൃതി ഗ്രന്ഥങ്ങൾ. അതാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ഐ വിൽ ക്ലാരിഫൈ ഇറ്റ് ലേറ്റർ. അധ്യാത്മപ്രേമം വിവർത്തനം ചെയ്ത സ്വാമി സിദ്ധാനന്ദ ജി രാമകൃഷ്ണ മിഷനിലെ ഒരു പ്രമുഖ സന്യാസിയാണ്. മതങ്ങൾ തമ്മിലുള്ള സംവാദത്തിന് മേഖലയുള്ള ഈ അമൂല്യ സംഭാവനയ്ക്ക് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കേരളീയർ സിദ്ധാനന്ദയോട് കടപ്പെട്ടിരിക്കുന്നു, സ്വാമിയോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ആധ്യാത്മികപ്രേമം ഹിന്ദു സന്യാസിയാണ് സ്വാമി സിദ്ധാനന്ദ. അപ്പം മിസ്റ്റിക്സ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ദീസ് തിങ്സ് ഐ എം ജസ്റ്റ് ഐ എം ഈഗർ ടു ഷെയർ മൈ കമൻസ് ഞാൻ പറയുക, കമൻസ് ആൻഡ് ഇൻസൈറ്റ്സ് ആൻഡ് കമൻസ് അലോങ് വിത്ത് ദാറ്റ്. അതായത് മിസ്റ്റിക്സ്, there are three kinds of people who believe. Some people are there who claim themselves as atheist. അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത്. അവർ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവർ വിശേഷിപ്പിക്കുന്നത് ഞങ്ങൾ നിരീശ്വരവാദികൾ എന്നാണ്, എയ്ത്തിസ്റ്റാണെന്നാണ് ഒരു കൂട്ടർ. പക്ഷെ അവർ പലരെയും അടുത്തറിയുന്നപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അവർക്ക് ഇവരെക്കാളും കൂടി വിശ്വാസമുണ്ട്. കാരണം അവർ ദേ ആർ ട്രൈങ് ടു ഡിനൈ ഗോഡ് സംഭവം. മറ്റവർ അതുപോലെ ശ്രമിക്കുന്നില്ല. അവരങ്ങനെ പോയാൽ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊരു തമാശയുണ്ട്. അതായത് എന്താണ്, ഈ പള്ളിയിൽ നിന്ന് അമ്പലത്തിൽ നിന്നൊക്കെ കക്കുവാണല്ലോ, പള്ളിയിൽ നിന്ന് അമ്പലത്തിൽ നിന്നൊക്കെ കക്കുന്ന ആൾക്കാർ, പൂജാരിമാരൊക്കെ കക്കുമ്പോൾ അപ്പോൾ വിശ്വാസികൾക്ക് ചിലർക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവം ഉണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ചിലർക്ക് അത്രയ്ക്ക് ഉറപ്പില്ല. പക്ഷേ ഈ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് ഏറ്റവും ഉറപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇല്ല എന്നാണ്. കാരണം അതുകൊണ്ടാണ് അവർ കക്കുന്നതെന്നാണ് പറയുന്നത്. ദാറ്റ്സ് എ ജോക്ക്, ആക്ച്വലി ജസ്റ്റ് എ ജോക്ക്. So they steal because they are sure that there is no God. ദൈവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കില്ലേ? പള്ളിയിൽ നിന്ന് കേൾക്കുന്നു, അമ്പലത്തിൽ നിന്ന് കേൾക്കുന്നു, ശിക്ഷിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളതെന്നാണ് ജസ്റ്റ് ജോക്കായിട്ട് പുള്ളി പറഞ്ഞത്. അപ്പം നിരീശ്വരവാദികൾ ഒരു സൈഡിൽ അവർ they claim again I'm saying they claim that there is no God. പക്ഷെ സത്യത്തിൽ മറ്റവരെക്കാളും കൂടുതൽ ചെകഞ്ഞു ചെന്നപ്പോൾ കാരണം അവർ എങ്ങനെയെങ്കിലും ദൈവത്തെ ഇങ്ങനെ നിഷേധിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ടും പറ്റുന്നില്ല. എന്നിട്ട് അവർ പിന്നെയും യോഗങ്ങൾ സംഘടിപ്പിച്ച് നമ്മുടെ ഇവിടെ എസൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ദൈവം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ദൈവമില്ല എന്ന് പറയുമ്പോൾ ദൈവമാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒരാളെ ഇല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് ഇവർ യോഗങ്ങൾ നടത്തുന്നു, ഇതൊക്കെ നടത്തുന്നു. പക്ഷെ ദൈവം സ്റ്റിൽ പിന്നെ സംഘടിപ്പിക്കുന്നു. കാരണം എത്ര എന്നിട്ട് അവർക്ക് മതിയാവുന്നുണ്ട്. കാരണം എന്താണ്, ഇത് പിന്നെയും പറയുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും ദൈവം എന്നുള്ളൊരു ഐഡിയ കയറി വരുവാണ്. മറ്റവർക്കെന്നെ ഇതൊക്കെ ഒരു പ്രശ്നമല്ല. പൂജാരിമാർ ദൈവമേ എന്ന് വിളിച്ചാൽ അവർ, അല്ലെ പുരോഹിതന്മാർ ആരായാലും
ദൈവത്തോട് അടുത്ത ദൈവമേന്ന് വിളിച്ചാൽ അവരെന്ത് ചെയ്തു? അവർ ഉള്ളിനുള്ളിലാണ് കിടക്കുന്നെന്താ, അതുകൊണ്ടാണ് കക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന നിരീശ്വരവാദികൾ എന്നൊരു സെക്ഷനുണ്ട്. കാരണം അവർ ക്ലെയിം ദംസെൽസ് ആസ് എത്തിസ്റ്റ്. പിന്നെയുള്ളത് ഫണ്ടമെൻ്റലിസ്റ്റ്. പിന്നെയുള്ളത് സാധാരണ വിശ്വാസികൾ. അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നവർ കുറേ പൈസ ചോദിച്ചു പണാരത്തിൽ കൊണ്ടുപോയിട്ടു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ വഴിപാട് സമർപ്പിച്ചു, ഇതെല്ലാം ചെയ്തു. അവർക്ക് കാര്യങ്ങൾ സാധിക്കണം. അപ്പോൾ അവരുടെ ദൈവം എന്നപ്പോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ അവർക്ക് പേഴ്സണൽ കെയർ തരണം, കുറച്ച് സ്നേഹം വേണം, അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ എന്തൊരു അവർക്ക് എന്തൊരു പോലീസുകാരൻ്റെ ഉദ്ദേശം വരും, പേഴ്സണൽ പ്രൊട്ടക്ടറിൻ്റെ ആവശ്യം വരും, അല്ലെങ്കിൽ അംബാനി, അല്ലെങ്കിൽ വലിയൊരു യൂസഫ് അലി, സോ ദാറ്റ് സംബഡി ക്യാൻ ഗീവ് ദം മണി. അവരുടെ ആവശ്യം ഒരു സാഹചര്യത്തിൽ ഓരോ റോളാണ് ദൈവത്തിനെ അവർ അസ്യൂം ചെയ്തു. അപ്പോൾ അതാണ് അവർക്ക് വേണ്ടത്. എന്നാൽ ഒരു കാര്യം നടക്കണമെന്ന് കഴിഞ്ഞാൽ അത് സാധിച്ചു തരാൻ പറ്റിയ ഒരാൾ കാണുമല്ലോ ലോകത്തിൽ. ഇപ്പോൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാൻ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പോയി, സാധനം എന്തെങ്കിലും ലോട്ടറി അടിക്കാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ മനുഷ്യന് ഇടപെട്ടാൽ പറ്റുമല്ലോ. ഇപ്പോൾ അഴിമതി എന്തെങ്കിലും നടക്കുക, അങ്ങനെ ഹയർ ലെവലിൽ ലോട്ടറി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ പറ്റാവുന്ന കേസേ ഉള്ളൂ മനുഷ്യർ. അതുപോലെ ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു, കിട്ടണമെങ്കിൽ എന്ത് പറ്റുമല്ലോ. ഇപ്പോൾ യൂസഫ് അലിയൊക്കെ ചില അത്യാവശ്യം നല്ലൊരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്, നല്ലൊരാളായിട്ട്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പുള്ളി അപ്പം തന്നെ മനസ്സലിഞ്ഞിട്ട് അങ്ങനെ പുള്ളി പൈസ കൊടുക്കും. 10 ലക്ഷം എന്ന് പുള്ളിക്കൊന്നുമല്ല, പുള്ളി കൊടുക്കും. അങ്ങനെ ഒരാൾക്ക് പറ്റും, മനുഷ്യർക്ക് പറ്റാവുന്ന കേസേ ഉള്ളൂ. അല്ലെങ്കിൽ അമ്പാരിക്ക് പറ്റും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടാണ് ദൈവം അറ്റ് ടൈംസ്, ഓരോ സമയത്തും ദൈവം ഓരോ റോൾ എടുക്കുകയാണ് അവരുടെ സമയത്ത്. അപ്പോൾ സാധാരണ വിശ്വാസികൾ. പിന്നെയുള്ള ഫണ്ടമെൻ്റലിസ്റ്റുകൾ എന്ത് ചെയ്യും? അവർ ദൈവത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. ദൈവത്തിൻ്റെ പേഴ്സണൽ പ്രൊട്ടക്റ്റേഴ്സാണ്. ഞങ്ങളുടെ ദൈവത്തെ ആരെല്ലാം ആക്രമിച്ചാലോ, ദൈവം സർവശക്തനാണെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന് പേഴ്സണൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ബാക്കിയുള്ളവർ എന്നാൽ ദൈവം ഇത്രയോ ഉണ്ടെന്നവർ പറയുമ്പോഴും ദൈവം അത്രയ്ക്കേ ഉള്ളൂ എന്നാണ്, ചെറുതാണെന്നവർ. കാരണം ദൈവത്തിന് അവരുടെ പ്രൊട്ടക്ഷൻ വേണം. അതാണ് ഫണ്ടമെൻ്റലിസ്റ്റ്. അവർ തമ്മിലാണ് ഈ ക്ലാഷ് ഉണ്ടായിട്ട് ഒരാൾ ഈ ദൈവത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും, മറ്റൊരാൾ അന്യ ദൈവത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നു, അവർ തമ്മിൽ അടിക്കുന്നു. അതാണ് ഫണ്ടമെൻ്റലിസ്റ്റുകൾ. അവർക്ക് ദൈവമായിട്ടൊരു ബന്ധവുമില്ല, മറ്റേ സാധാരണ വിശ്വാസികൾക്കുള്ള ബന്ധം പോലും ഇല്ല. പിന്നെയുള്ളവരാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവർ മിസ്റ്റിക്സ് എന്ന് പറയും. മിസ്റ്റിക്സ് ആൻഡ് ദോസ് ഹു ആർ ട്രാവലിംഗ് ടു അസ് ഡയറക്ഷൻ. സോ വി can call them as mystics and പൊട്ടൻഷ്യൽ മിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ പഠിച്ച് കയറി പോവുക. പഠിച്ചെന്നാൽ ദൈവത്തെ പറ്റി പഠിച്ചെന്ന് പറയുന്നത് മാത്രമല്ല, അറിഞ്ഞ് കയറി പോവുകയാണ്. അവർ നമുക്ക് പൊട്ടൻഷ്യൽ മിസ്റ്റിക്സ് എന്ന് പറയും. മിസ്റ്റിക്സ് ആൻഡ് പൊട്ടൻഷ്യൽ മിസ്റ്റിക്സ്, ആ ഡയറക്ഷനിൽ പോകുന്നവർ. ഇവരവസാനം എന്ത് പറ്റും? കൺവേർജ് ചെയ്ത് ഒരിടത്ത് എത്തിച്ചേരുന്ന ആ വഴിയാണ് സ്വാമി സിദ്ധിനാരായണ ആധ്യാത്മപ്രേമം എന്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളതിന് ആധ്യാത്മപ്രേമം ഈസ് ഒരു ഓർത്തഡോക്സ് ടെക്സ്റ്റാണ്, ദിസ് ഫിലോക്കാലിയ. അതിനകത്ത് നിന്നൊരു ഹൈന്ദവ സന്യാസി എന്തിന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കാം എന്നാണ് വരുന്നത്. അത് മിസ്റ്റിക്സ് merged together in the same river of what? River of love. സ്നേഹം എന്ന് പറയുന്ന ഒരിടത്താണ് മിസ്റ്റിക്സ് എത്തിച്ചേരുന്നത്. മിസ്റ്റിക്സ് ആൻഡ് പൊട്ടൻഷ്യൽ മിസ്റ്റിക്സ് ഓൾസോ അവരും അങ്ങോട്ട് എത്തിച്ചേരുന്നവർ. എന്നിട്ട് അവരെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരാളുടെ നിറം കാവിയായിരിക്കും, ഒരാളുടെ നിറം കറുപ്പായിരിക്കും, ഒരാളുടെ നിറം വെളുപ്പായിരിക്കും, നിറം മീൻസ് ഡ്രസ്സിൻ്റെ നിറം, വേറൊരാൾ നിറം ചോപ്പായിരിക്കും, തലയെക്കെട്ട് കാണില്ല. പക്ഷേ ഇവർ സ്നേഹത്തിൽ ഒന്നാവും. അങ്ങനെയാണ് മിസ്റ്റിക്സിൻ്റെ ഒരു ഹയർ റെലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ മതസൗഹാർദ്ദ സംഭാഷണങ്ങളിലൊക്കെ വരുന്ന ആൾക്കാർ ഇപ്പം ഇസ്ലാമിസം ഈസ് വൺ ഓഫ് ദി ഫണ്ടമെൻ്റലിസ്റ്റിക് റിലീജിയൻ ആണല്ലോ നമ്മൾ കരുതുന്നത്. ഉദാഹരണത്തിന് ലോട്ട് ഓഫ് തിങ്സ് ആർ ദയർ, ഫണ്ടമെൻ്റലിസ്റ്റ് ആക്ടിവിറ്റീസ്. പക്ഷേ അവരുടെയും ഒരു ബ്രാഞ്ചാണ് സൂഫിസം എന്നുള്ളത്. സൂഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ റൂമി ഈസ് എ ഫേമസ് സൂഫിസ്റ്റാണ്. റൂമിയുടെ കൃതികൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? എല്ലാം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെ പറ്റിയാണെന്ന് ഞാൻ മനസ്സിലാവും. ഞാൻ ആദ്യത്തെ ഈ ഫേസ്ബുക്കിൽ റൂമിയുടെ കോഴ്സ് വരുന്ന ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്, റൂമി ഈസ് എ ക്രിസ്ത്യൻ, റൂമി സൂഫിസ്റ്റ് പാർട്ട് ഓഫ് മിസ്റ്റിക് സൈഡ് ഓഫ് ഇസ്ലാമിസം. പക്ഷെ ക്രിസ്ത്യനെ പറ്റി പറയുന്നത് നമുക്ക് തോന്നത്തുള്ളൂ. കാരണം എന്താണ്? അവരെത്തിച്ചേരുന്നത് ഒരേ സ്ഥലത്താണ്. അതുകൊണ്ടാണ് അവർ മതസൗഹാർദ്ദ സമ്മേളനങ്ങളിലൊക്കെ ഇവർ
ഒന്നിച്ച് പങ്കെടുത്തു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് പിടിക്കില്ല. ഫണ്ടമെൻ്റലിസ്റ്റുകൾക്കും ചിലപ്പോൾ സാധാരണ വിശ്വാസം അവർ വിചാരിക്കും അച്ഛൻ അവിടെ അങ്ങനെ അതിന് ലിമിറ്റുണ്ട്. ലിമിറ്റില്ലാന്ന് ഞാൻ പറയുന്നില്ല, ലിമിറ്റുണ്ട്. ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോ നോട്ട് വാണ്ട് ടു മെൻഷൻ ഹിയർ അറ്റ്ലീസ്റ്റ് ലിമിറ്റുണ്ട്. പക്ഷെ അതിനകത്ത് ഒരാളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരാളുടെ ഇവിടെ കയറി ഭക്ഷണം കഴിച്ചതുകൊണ്ട് നത്തിങ് വുഡ് ഹാപ്പൻ ബേസിക്കലി. പക്ഷെ അതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് എവിടെയാണെന്നുള്ളത് ഐ ഡോ വാണ്ട് ടു മെൻഷൻ ഹിയർ അറ്റ്ലീസ്റ്റ്. പക്ഷെ അത് ഉണ്ട്, ഒരു ലിമിറ്റുണ്ട് അതിനകത്ത്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇതിനൊരു മേർജിങ് ടുഗെദർ എന്ന് പറയുന്നത് എവിടെയാണ്? സ്നേഹത്തിലാണ് ഇത് മേർജ് ചെയ്യും. മിസ്റ്റിക്സിൻ്റെ മേർജിങ് വരുന്ന സ്നേഹത്തിലാണ് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് സിദ്ധിദാനന്ദ സ്വാമിജി ഇത് ആധ്യാത്മികപ്രേമ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇത് നിങ്ങളുടെ മാതൃസ്വത്തല്ല എന്നാണ്, കത്തോലിക്കയുടെയോ ഓർത്തഡോക്സുകാരുടെയോ മാതൃസ്വത്തല്ല, പക്ഷേ ഇത് എല്ലാവരുടെയും കാണാം ഇവിടെയാണ്. പുള്ളിയും കൂടെ ക്ലെയിം എടുക്കുകയാണ് പുള്ളി. അത് കറക്റ്റാണ്, എല്ലാവരുടെയും സ്വത്താണ്. അധ്യാത്മപ്രേമം വിവർത്തനം ചെയ്ത സ്വാമി ചിദാനന്ദ സ്വാമി രാമകൃഷ്ണ ക്ഷേത്രത്തിൽ തന്നെ ക്രിസ്തീയ ആത്മീയ പാരമ്പര്യത്തോളം അദ്ദേഹം ഒരു പുതുമുഖമല്ല. അദ്ദേഹം വിവർത്തനം ചെയ്ത ഒരു സാധകൻ്റെ സഞ്ചാരം, അദ്ദേഹം തന്നെയാണ് എന്ത് വിവർത്തനം ചെയ്ത സാധകൻ്റെ സഞ്ചാരവും എന്നാലോചിച്ച് 2 ഓർത്തഡോക്സ് ടെക്സ്റ്റാന്ന് പറയണം. 15 വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധപ്പെടുത്തി. അന്ന് മുതൽ ഒരു ധാരാളം കോപ്പികൾ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പ്രവർത്തിച്ച ഇംഗ്ലീഷ് മൂലകൃതം വായിച്ചുകൊണ്ടുണ്ടായ പ്രേരണ മൂലം ക്രിസ്തീയ സമാഹരണ ക്രിസ്തീയ സഹോദരെ ആധ്യാത്മികതയിലേക്ക് ഉണർത്തുന്നതിന് വേണ്ടി അദ്ദേഹം കുറേശ്ശേ ദിവസത്തിൽ ഒരു മനോഹരം സ്വന്തം വർഷം വിവർത്തനം ചെയ്തു. ആ പരിശ്രമത്തിൻ്റെ ഫലമാണ് മലയാള വിവർത്തനമായ അധ്യാത്മപ്രേമം. ആധ്യാത്മികതയുടെ സഞ്ചിത നിധിയായ ഈ കൃതി വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഉയർന്ന പടികൾ ചവിട്ടിക്കയറുക എളുപ്പമാണെന്ന് കണ്ടെത്തുവാൻ സാധിക്കും. മാത്രമല്ല കേരളത്തിൽ നൂറ്റാണ്ടുകളായി നിലനിന്ന ഹൈന്ദവ ക്രിസ്തീയ സൗഹാർദ്ദം വീണ്ടെടുക്കുന്നതിനും അത് സൃഷ്ടിക്കുന്നതിനുള്ള പ്രചോദനം ലഭിക്കുകയും ചെയ്യും. ആ സൗഹാർദ്ദം നമ്മുടെ ഇടയിൽ സജീവമാക്കുന്നതിന് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രസിദ്ധീകരണം സഹായിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സംഭാഷണത്തിലൂടെ സാധിക്കാവുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞ് അനുദിന ജീവിതത്തിൽ പരസ്പര സംശയദൃഷ്ടിയോട് വീക്ഷിക്കുന്ന ക്രിസ്തീയ സ്വഭാവഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ ഒരു പ്രത്യേകം കൂടിയാണ്. വേദപുസ്തക പാരമ്പര്യത്തിൽ ഒട്ടിച്ചേർക്കുന്ന പ്രക്രിയയോടാണ് രക്ഷയെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്. അത് ഒരു പുതിയ സൃഷ്ടിയാണ്. ഈ കാഴ്ചപ്പാട് നോക്കിയാൽ മനുഷ്യൻ ദൈവീകരണം അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ആവശ്യപ്പെടുന്ന ആധ്യാത്മിക പരിണാമ എന്നത് വ്യക്തികളോ സമൂഹങ്ങളോ ആകട്ടെ സകലം നമുക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യങ്ങൾക്ക് മീതെ ഉയരണം എന്നാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്, അല്ല ക്രിസ്തീയ പാരമ്പര്യത്തിൽ ബഡിങ് ആണ്. ബഡിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബഡിങ് ടു ദ വൈൻ ഓഫ് ക്രൈസ്റ്റ്. നമ്മളെ കാട്ടത്തി വർഷത്തിൻ്റെ ഫലമായി നമ്മളെ ക്രിസ്തു എന്ന യഥാർത്ഥമായ മുന്തിരിയോട് ഒട്ടിച്ചേർക്കുന്നത് അത് കറക്റ്റാണ്. മുന്തിരിയോട് ഒട്ടിച്ചേർക്കുന്ന പ്രക്രിയ തന്നെയാണ് അത് തീർച്ചയായിട്ടും. ഫിലോക്കാലിയിലെ അധ്യാപനം ഏതാനും ഭാഗത്തിൻ്റെ ആദ്യ വിവർത്തന നിലയിൽ കുരിശുമലയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ അധ്യാത്മപ്രേമം എന്ന കൃതിക്ക് സിദ്ധാനന്ദ സ്വാമി വളരെ മനോഹരവും ഗഹനവുമായൊരു ആമുഖം എഴുതിയിട്ടുണ്ട്. ആ ആമുഖം 5ാം വോള്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് 5ാം വോള്യം ആകുമ്പോൾ നമുക്കത് വായിക്കാം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ തർജ്ജിമ 3, 2, 3, 4 വോള്യങ്ങളിലെ ഏതാനും ഭാഗങ്ങളിൽ നിന്നുള്ളതാണ്. അദ്ദേഹത്തിന് എടുത്തിരിക്കുന്ന 2, 3, 4 വോള്യത്തിൽ നിന്നുള്ളതാണ്. 5 വോള്യമുണ്ട് ടോട്ടൽ. കിഴക്കൻ ക്രിസ്തീയ പാരമ്പര്യത്തിൽപ്പെട്ട ആധ്യാത്മിക ഗുരുക്കന്മാർ 4ാം നൂറ്റാണ്ടിലും 15ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക്, അതിനിടയ്ക്കാണ് സ്പാനിങ് ടു മച്ച് 4th century and 15th century ഇടയ്ക്ക് 1000 വർഷം നീണ്ടുവരുന്ന കാലയളവിൽ വിവിധ കാലഘട്ടങ്ങളിൽ എഴുതിയ പാഠങ്ങളുടെ സമാഹാരമാണ് ഫിലോക്കാലിയ. 18ാം നൂറ്റാണ്ടിൽ 2 ഗ്രീക്ക് സന്യാസികൾ അത് സമാഹരിച്ചു. 18ാം നൂറ്റാണ്ടിൽ 2 ഗ്രീക്ക് സന്യാസികൾ സമാഹരിച്ചു. വിശുദ്ധ ആദോസ് പർവ്വതത്തിലെ മൗണ്ട് ആദോസ് എന്ന് പറഞ്ഞാൽ മൊണാസ്ട്രിയാണ്. മൗണ്ട് ആദോസ് ഇൻ ഗ്രീക്ക്. വിശുദ്ധ നിക്കോദമോസും 1749 മുതൽ 1800 വരെയുള്ള കൊരിന്തിലെ വിശുദ്ധ മക്കോറിയോസും 1739 മുതൽ 1805 ആ കാലം 2 പേരാണ്. ആരൊക്കെയാണ്? വിശുദ്ധ നിക്കോദിമോസും വിശുദ്ധ മക്കോറിയോസാണ്. ഈ 2 പേരാണ്. അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2 പേരുടെ എത്രയോ
തലമുറകൾക്ക് ഇത് ബ്ലെസ്സിങ് ആയി ആലോചിച്ചു. അവർ 1782 വെനീസിൽ ഇതാദ്യമായി പ്രസിദ്ധീകരിച്ചു. രണ്ടാമതൊരു പതിപ്പ് ആഥൻസിൽ 1890 സംതിങ്ങിൽ പ്രസിദ്ധീകരിച്ചു. ആദ്യത്തെ പതിപ്പിൽ ഇല്ലാത്തതും ഇല്ലായിരുന്നു, ചില പഠനം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. മൂന്നാമതൊരു പതിപ്പ് 5 വോള്യങ്ങളിൽ 1967 ഇടയ്ക്ക് ആസ്റ്റീർ പബ്ലിഷിംഗ് കമ്പനി ആഥൻസിൽ പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷിലുള്ള ഈ ആസ്റ്റർ പതിപ്പിനെ ആസ്ഥാനമാക്കിയാണ് ഈ പുസ്തകം മലയാള ഭാഷയിൽ തർജ്ജമ ചെയ്തത്. ഇതേപോലെ തന്നെ 5 വോള്യങ്ങൾ പ്രസിദ്ധീകരിക്കാനായി നമ്മുടെ തർജ്ജമയിൽ 3 ഗ്രീക്ക് പതിപ്പുകളിൽ നിന്ന് തുടങ്ങിയ എല്ലാ പാഠങ്ങളും ഉൾപ്പെടും. സോ അതാണ് അതിൻ്റെ സ്റ്റോറി.